ലോകം മുഴുവൻ ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിമിർപ്പിൽ മുഴുകിയിരിക്കെ ഫലസ്തീൻ കായിക ലോകത്തിന് തീരാനഷ്ടമായി. പ്രമുഖ ഫുട്ബോൾ താരം സലീം ഖാദർ അൽ അഷ്കറിനെ ഇസ്രായേൽ വെടിവെച്ചു കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കെ ഈ കൂട്ടക്കുരുതി എന്തിനാണെന്ന് ലോകരാഷ്ട്രങ്ങൾ ചോദിക്കുന്നത്. ഗാൻ യൂനിസ് സർവീസസ് ക്ലബിന്റെ ഗോൾ കീപ്പറായ 32-കാരനായ സലീം ഗസയിലെ ഗാൻ യൂനിസിന് വടക്കുകിഴക്കുള്ള അൽ ഗരാരയിൽ വെച്ച് ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനും വഫ വാർത്താ ഏജൻസിയുമാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ഫലസ്തീൻ ഫുട്ബോൾ രംഗത്തെ മികച്ച പ്രതിഭകളിലൊരാളായിരുന്ന സലീം ഖാദർ ഗാൻ യൂനിസ് ക്ലബിന് പുറമെ അൽ അക്സ, അൽ മുസ്ദാർ എന്നീ ക്ലബ്ബുകളിൽ വേണ്ടിയും മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കായിക രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം വ്യക്തി ജീവിതത്തിലും ഏറെ പ്രതീക്ഷയുള്ള സമയത്താണ് ഈ യുവതാരത്തിന്റെ ജീവൻ പൊലിഞ്ഞത്. 5 മാസം മുമ്പ് മാത്രം വിവാഹിതനായ സലീം തന്റെ ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള സന്തോഷകരമായ കാത്തിരിപ്പിലായിരുന്നു. 7 സഹോദരിമാർക്കിടയിൽ ഏക സഹോദരനായ സലീമിന്റെ വിയോഗം കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗാൻ യൂനിസിൽ നടന്ന അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് കണ്ണീരോടെ പങ്കെടുത്തത്. സലീമിന്റെ മരണത്തോടെ 2023 ഒക്ടോബർ മുതൽ ഫലസ്തീൻ കായിക മേഖലയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1009 ഉയർന്നു. ഇതിൽ 567 പേരും ഫുട്ബോൾ മേഖലയുമായും നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നത് കായിക ലോകത്തെ ഞെട്ടിക്കുന്ന കണക്കാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ അതിഗംഭീരമായി പുരോഗമിക്കുമ്പോഴും ഗസയിലെ സാധാരണ ജനങ്ങൾക്കും കായിക പ്രേമികൾക്കും ഇന്നും ആഘോഷങ്ങൾ അന്യമാണ്. വൈദ്യുതി ബന്ധമില്ലാത്തതും സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്തതും നിത്യേനയുള്ള ബോംബാക്രമണങ്ങൾക്ക് ഇരയായും അതിജീവനത്തിനായി പോരാടുകയാണ് ഇവർ. ലോകം ആധുനിക സ്റ്റേഡിയങ്ങളിൽ നിന്ന് കളി കണ്ട് ആവേശഭരിതമാകുമ്പോൾ ഗസയിലെ കളി മൈതാനങ്ങൾ കൂട്ടക്കുരുതികളുടെ ശ്മശാനങ്ങളായി മാറുന്ന ദാരുണമായ കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു കായിക താരത്തിന്റെ മരണം എന്നതിലുപരി ഗസയിലെ നിരപരാധികളായ സാധാരണക്കാർ അനുഭവിക്കുന്ന അതിജീവനത്തിന്റെ നേർചിത്രമായി സലീമിന്റെ വിയോഗം മാറിയിരിക്കുകയാണ്. കായിക മൈതാനങ്ങളിലെ വെറും ആവേശം മാത്രം പോരാ, മറിച്ച് മനുഷ്യജീവന്റെ വിലയും ലോകം തിരിച്ചറിയണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ വിയോഗത്താൽ നാം കാണുന്നത്. ഫലസ്തീൻ കായിക ലോകം തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ ഗസയിലെ കായിക താരങ്ങൾ നേരിടുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും പതിക്കുകയാണ്.